നമസ്കാരം. അഡോളസൻസ് നെറ്റ്ഫ്ലിക്സിൽ അടുത്തിടെയായി ഇറങ്ങിയ ഒരു വെബ് സീരീസാണ് ഇന്ന് നമ്മൾ റിവ്യൂവിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ എക്സൈറ്റ്മെന്റിനേക്കാൾ കൂടുതൽ ചില കൺസേൺസ് ആണ് ഇത് കണ്ടപ്പോൾ പറയാൻ തോന്നിയത്. തീർച്ചയായിട്ടും ഇന്ന് വളരെ വളരെ പ്രസക്തമായൊരു വിഷയമാണ് ഇതിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. വളരെ സാധാരണ ഒരു കുടുംബം, അച്ഛൻ, അമ്മ, 2 മക്കൾ, അതിൽ പയ്യൻ ടീനേജിലുള്ള ഒരു മോന്. ഒരു ദിവസം രാവിലെ പോലീസ് അവിടെ എത്തി ഈ പയ്യനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഈ ടീനേജറായിട്ട് ഹൈസ്കൂളിലൊക്കെ മാത്രം പഠിക്കുന്ന പയ്യന്, ജെയ്മി എന്നാണ് അയാളുടെ ക്യാരക്ടറിന്റെ പേര്. എന്തുവാണ് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് അയാളെ അറസ്റ്റ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. ഈ പയ്യൻ ചോദ്യം ചെയ്യാൻ UK-യിലാണ്. ഇത് UK സീരീസാണ്. UK നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ പയ്യൻ തൊട്ടടുത്തിരിക്കുകയാണ്, അച്ഛൻ തൊട്ടടുത്തിരിക്കുകയാണ്. അവിടുത്തെ സമ്പ്രദായം അങ്ങനെയാണ്. ഇയാളുടെ അച്ഛനും കൂടെ കൂടി ഇരുന്നോളാൻ സമ്മതിക്കുന്നു. ചോദ്യം ചെയ്യുമ്പോൾ ഈ പയ്യൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല, ഇവനാണ് കൊന്നതെന്ന്. ഒടുവിൽ പോലീസ് ഇതിന്റെ ഒരു വീഡിയോ കാണിക്കുന്നു. ആ വീഡിയോയിൽ സമപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഈ പയ്യൻ കത്തികൊണ്ട് പലതവണ കുത്തിക്കൊല്ലുന്നതിന്റെ വീഡിയോ ആണത്. ഈ വിഷയം ഇന്ന് ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഇത് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ മലയാളികളായതുകൊണ്ടും ഒരുപാട് ന്യൂസും ചാനൽസും ഒക്കെ കേരളത്തിലെ വാർത്തകൾ നമ്മൾ ഒരുപാട് ട്രാക്ക് ചെയ്യുന്നത് കൊണ്ടും ഇതിന്റെ പ്രസക്തി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. പലപ്പോഴും ഇത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇത് പുറത്തു വരുന്നതെങ്കിൽ പോലും ഇതിൽ ചർച്ച ചെയ്തിരിക്കുന്നത് വലിയൊരു വിഷയമാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് മനോരമ ഞായറാഴ്ചത്തെ സപ്ലിമെന്റിൽ ഇതിനെക്കുറിച്ച് വലിയൊരു കവറേജ് വന്നിരുന്നത് ശ്രദ്ധിച്ചാകും. ആദ്യമായിട്ടാണ് ഒരു നോൺ ഇന്ത്യൻ വെബ് സീരീസിനെ കുറിച്ച് ഇതുപോലെ എന്റെ അറിവിലൊരു പത്രത്തിൽ, അതും ഒരു വളരെ കേരളത്തിലെ മുഖ്യധാരാ പത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു കവറേജ് വരുന്നത്. ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഈ പറയുന്ന പോലെ എന്തിനീ പയ്യൻ കൊന്നു, എന്താണ് കാരണം, അച്ഛനും അമ്മയുടെയും സ്നേഹക്കുറവോ കാര്യങ്ങളോ ഒന്നുമല്ല, പിന്നെ ഇതെന്താണ്, ഈ കൊല്ലാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കത്തിയുടെ ഉറവിടം തേടി ഈ പോലീസുകാരൻ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവര് പഠിച്ചിരുന്ന സ്കൂളിൽ ചെല്ലുന്നു. ഈ സ്കൂളിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനും പഠിക്കുന്നത്. അവിടെ വെച്ച് ചെറുതായി ഇതിന്റെ കളിയൊന്ന് മാറുകയാണ്. ഈ പയ്യൻ അച്ഛനെ സഹായിക്കണം, അതായത് അവര് തമ്മിലും ഈ പറഞ്ഞ പോലുള്ള ചെറിയ അസ്വാരസ്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യത്തെ ചില എപ്പിസോഡുകളിലൊക്കെ മനസ്സിലാവും. ഈ പയ്യൻ പറയാണ്, അച്ഛ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റ് കണ്ടിട്ടുണ്ടോ? അല്ലെ പൊതുവെ പബ്ലിക്കായിട്ട് ഇവിടെ ഇടുന്ന കമന്റ്സ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതിൽ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവാത്ത കുറെ ഇമോജിയുടെ അർത്ഥങ്ങൾ ഈ പയ്യൻ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അവന്റെ പിതാവായ അന്വേഷണ ഉദ്യോഗസ്ഥന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് വലിയ മെസ്സേജിങ്. ഇത് വളരെ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് ഇത് ആദ്യം അറിയുമായിരുന്നു ഇയാൾ ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം. നമ്മൾ ഈ സ്ഥിരം വാട്സാപ്പിൽ ഇങ്ങനെ തംസപ്പും സ്മൈലൈക്കണും ഒക്കെ ഇടുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊക്കെ ഇത്ര അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് വലിയൊരു ഇതാണ്, വലിയൊരു തിരിച്ചറിയാനും. അപ്പൊ ഇങ്ങനെ പല കൂട്ടായ്മകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചിലര് ഈ പറഞ്ഞ പോലെ ഒരു തരത്തിലും പുരുഷന്മാരെ ഇഷ്ടപ്പെടാത്തവര്, അതുപോലെ തന്നെ ഇതിൽ ഇൻസെൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതാണ് പെട്ടെന്ന് ആ സിനിമയിൽ ഉപയോഗിച്ചത് ഓർമ്മ വരുന്നത്. അതായത് സ്ത്രീകളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് ഒരിക്കലും അതിൽ വിജയിക്കാൻ കഴിയാത്ത ആണുങ്ങളുടെ ഒരു ഗ്രൂപ്പിനെ ഇൻസെൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി ഇവന്റെ ഇതിന് കമന്റ്സിനൊക്കെ മറുപടിയായിട്ട് ഇവൻ ഇൻസെൽ ആണ് എന്നുള്ള അർത്ഥം വരുന്ന ഐക്കണുകളും മെസ്സേജുമാണ് തിരിച്ചയച്ചത്. ഇത് ഇവന്റെ മനസ്സിനെ വളരെ വളരെ സീരിയസ് ആയിട്ട് ഡാമേജ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇവന്റെ അമ്മ പറയുന്നുണ്ട്, രാത്രിയിൽ അവന്റെ മുറിയിൽ ലൈറ്റ് കാണാം, ഇവരവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ ലൈറ്റ് ഓഫ് ആവുന്നു. വീടിന്റെ വാതിൽ അടയുകയാണെങ്കിലും പുതപ്പിനുള്ളിൽ ലോകത്തെ 1000 ഒരു തെറ്റായിട്ടുള്ള വാതിലുകൾ ഇവന്റെ മുന്നിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ മുന്നിൽ ഓപ്പണമാവുന്നു എന്നുള്ളത് ജീവിത പ്രാരാബ്ദങ്ങളുമായിട്ട് നടക്കുന്ന പേരൻസ് ചിലപ്പോൾ തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. ഇതിൽ ആരെയും കുറ്റപ്പെടുത്ത് ഒന്നും പറഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ ഉണ്ട്.
ഹിലാരി ഇതിന് മുമ്പ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം. വളരെ നല്ല പേരന്റെങ്കിൽ അന്നും ഇന്നും അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും സൊസൈറ്റിയിൽ വളരെ പഠിക്കുന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങൾക്ക് അഭിനന്ദനം കിട്ടിയിട്ടുണ്ടെങ്കിലും എന്റെ അമ്മയെ വെച്ച് എന്നെ കമ്പയർ ചെയ്തിട്ട് അമ്മ വളരെ സുന്ദരിയാണല്ലോ, നീ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് വളരെ ചെറുപ്പത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാരുണ്ട്. അന്നുണ്ടായ ആ വേദനയാണ് പല അഭിനന്ദനങ്ങളെക്കാളും മുകളിൽ നിന്നിട്ടുള്ളത്. ഈയിടെ ഞങ്ങളുടെ സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇതുപോലെ ഭയങ്കരമായി ഹോണ്ട് ചെയ്തു. ഞങ്ങളുടെ കൂടെ അന്ന് തമിഴ്നാട്ടിൽ നിന്നും ജോലിയായിട്ട് ഇതുപോലെ SBIയിൽ വന്ന ഒരു ഫാമിലിയുടെ മകൻ പഠിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ. അപ്പൊ അവനെ അന്ന് ഒരു നമ്മൾ സാധാരണ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരെ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നവരെ കുറച്ചു നാൾ മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വേർഡ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് അന്ന് സ്കൂളിൽ തന്നെ എല്ലാവരും മറന്നു. പിന്നീട് ഈ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ വന്ന് ഈ പ്രായത്തിലൊന്നും ആരും ഒന്നും അതൊപ്പം ഇത് ചെയ്തിട്ടൊന്നുമില്ല. ഇത് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏതോ ഒരു പൊളിറ്റിക്കൽ കറക്റ്റസോ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ ചിരിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനല്ലേ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. എല്ലാവരും നിശബ്ദരായിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കി. അവന് നമ്മളന്ന് കളിച്ച ക്രിക്കറ്റ്, നാടകം അല്ലെ ഇതിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇതിനേക്കാൾ ഉപരി പുള്ളിക്ക് മനസ്സിലുണ്ടായിട്ടുള്ള ആ ബുള്ളിങ്ങിന്റെ ഒരു ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. ഇത്തരത്തിലാണ് ഇതിനുണ്ടാക്കുന്ന ഒരു ഡാമേജ്. അപ്പൊ ഈ സൈക്കോളജി പ്രോസസ്സിന്റെ ഒക്കെ പറയാറുണ്ട്, ഈ ടീനേജ് എന്ന് പറയുന്നത് വളരെ വയലന്റ് ആയിട്ട് ബ്രെയിൻ റിയാക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഏജാണ്. അതിൽ എനർജി ലെവലും ആ സമയത്ത് വളരെ ഹൈ ആണെന്നുള്ളത്. ഇത് വളരെ ചിന്തിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇരുത്തി ചിന്തിച്ച ഒരു വെബ് സീരീസാണ് ഇത്. 4 എപ്പിസോഡേ ഉള്ളത്. ഒരു 4 ദിവസം മുമ്പ് എന്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് 4 വയസ്സ് പ്രായമുള്ള മക്കളാണുള്ളത്. നമ്മൾ കഴിവതും അവരിൽ നിന്ന് മൊബൈല് അല്ലെങ്കിൽ ഒരു TV ഫുട്ടേജൊക്കെ കുറയ്ക്കാനും മാറ്റിവെക്കാനും ഒക്കെ നോക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആഹാരം കഴിക്കുമ്പോഴൊന്നും നമ്മളത് ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ഓഫീസിൽ പോകാൻ നേരത്ത് ആഹാരം കഴിച്ചിരുന്നപ്പോൾ ഞാൻ മൊബൈലിൽ ആദ്യത്തെ എന്റെ മീറ്റിംഗ് എപ്പോഴാണെന്ന് നോക്കി. എന്റെ മോള് പറഞ്ഞു, അച്ഛൻ ഇത് ഉപയോഗിക്കുന്നല്ലോ ഫുഡ് കഴിക്കുമ്പോൾ, എന്തിനാണെന്ന് ചോദിച്ചു. 4 വയസ്സേ ഉള്ളത് പ്രായം. ഞാനപ്പോൾ തന്നെ അത് ഓഫ് ചെയ്തിട്ട് മൊബൈലുണ്ടാകത്ത് വെച്ചിട്ട് സോറി എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെ നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ അഡിക്ഷനിൽ നിന്ന് മക്കളെ മാറ്റുന്നുണ്ടോ എന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻസൈറ്റ് വേണമെന്ന് എനിക്ക് സ്വയം തോന്നി. ഇത് കാണുന്നവരെ ആരും ഉപദേശിക്കാൻ ഞാൻ ആളല്ല. ഈ വേൾഡിൽ എവിടെയോ ഒരു മൂവ്മെന്റ് തന്നെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് സ്മാർട്ട് ഫോൺ യൂസേജിന്റെ എതിരെ. കാരണം ഇതുപോലെ വീടിന്റെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലാ ഫോണുകളും ഇട്ട് വയ്ക്കുന്നു, പഴയ ലാൻഡ് ലൈൻ പോലെ. എന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഈ മെസ്സേജ് നോക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. വളരെ നല്ലതാണെന്ന് ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും തോന്നുന്നുണ്ട്. ഇവരെ ഈ സ്മാർട്ട് ഫോൺ അഡിക്ഷനിൽ നിന്ന് ആ ലോകത്തു നിന്നും മാറ്റി നമ്മുടെ വീടുകളിലെ പഴയ സുവർണകാലത്തെ രീതികളിലേക്ക് കൊണ്ടുവരാൻ ഒരു അറ്റംപ്റ്റ് എന്ന രീതിയിൽ വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബുള്ളിങ്ങിന്റെ കഥ ഇപ്പൊ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടന്നതും അല്ലെങ്കിൽ എന്റെ ഒരു സുഹൃത്തിന്റെ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ ഒരുപാട് കഥകൾ നമുക്ക് എല്ലാവർക്കും ചുറ്റിനുമുണ്ട്. ഈ ഹിലാരി ക്ലിന്റന്റെ ഒരു പ്രശസ്തമായ ഒരു വരിയുണ്ട്, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റൈസ് എ ചൈൽഡ്. അത് അച്ഛനും അമ്മയും മാത്രം ഇതായ പോരാ, അവരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വളരുന്ന അന്തരീക്ഷവും ആൾക്കാരും ഗ്രാമവും അല്ലെങ്കിൽ നഗരവും സൊസൈറ്റിയും എല്ലാം ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇങ്ങനത്തെ രീതികളിൽ ഉണ്ടാവുന്ന കോംപ്ലക്സുകൾ, ഉണ്ടാവുന്ന വേദനകൾ വേറെ എത്ര വലിയ ജീവിത വിജയങ്ങൾ വന്നാലും പലർക്കും മാറാറില്ല എന്നുള്ളതൊരു വളരെ ദുഃഖസത്യമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്തരത്തിൽ വലുതായവരെ നമുക്കത് മാറ്റാൻ വലിയ പാടാണ്. അല്ലെങ്കിൽ സ്വയം ജീവിതത്തിൽ വിജയങ്ങൾ നേടിയവർ അത് മറന്നിട്ട് മുന്നോട്ട് വരാറുണ്ട്. കുട്ടികൾക്ക് ഇത് ഉണ്ടാവാത്ത രീതിയിൽ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ഏജിൽ തന്നെ വലിയ വലിയ ടാസ്കുകൾ ഒന്നും കൊടുക്കാതെ അല്ലെ വലിയ വലിയ കമ്പാരിസണുകൾ ചെയ്യാതെ അവനവൻ ഉള്ള കഴിവുകളെല്ലാം വളരെ നല്ലതാണ്, അതാണ് എസെൻഷ്യൽ, ചിരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള ഒരു രീതിയിൽ വളരുക എന്നുള്ളതാണ്, വളർത്തുക എന്നുള്ളതാണ് പ്രധാനം. ഈ വെബ് സീരീസിലേക്ക് തിരിച്ചു വന്നാൽ 4 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുകയുണ്ടായി. ഈ 4 എപ്പിസോഡും വളരെ പവർ പാക്ഡ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സെക്കൻഡും തേർഡും ഒക്കെ വരുമ്പോൾ ഇച്ചിരി ഉണ്ടെങ്കിലും ഫസ്റ്റും ഫോർത്തും എക്സലന്റ് ആണ്. ഇന്ന് എനിക്ക് തോന്നുന്നു എന്താണ് ആദ്യത്തെ വളരെ കുറച്ച് ദിവസത്തിൽ തന്നെ ഈ 26 മില്യൺ വ്യൂവേഴ്സ് എന്താണ് ഈ വെബ് സീരീസിന് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത് ലോകത്തിന്റെ പ്രശ്നമാണെന്ന് ആലോചിക്കണം.
ഇത് നമ്മളിപ്പം കേരളത്തിന്റെ ചില ഇൻസിഡൻസ് ഈയിടെ നമ്മൾ കണ്ടു. ചുറ്റി കൊണ്ട് തലക്കടിച്ച് കൊള്ളുന്ന ടീനേജേഴ്സ്, അല്ലെങ്കിൽ ഇങ്ങനെ ആസിഡ് മുഖത്തൊഴിക്കുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റേ കൂടി ഇങ്ങനെ പച്ചത്തെറി പറയുന്ന ടീനേജേഴ്സ് ഒക്കെ ഇത് ഉണ്ടാവാറുണ്ട്. ഞാൻ ആ ഒരു വിവാദം കേരളത്തിൽ ഇങ്ങനെ അടുപ്പിച്ച് കുറച്ച് ദിവസം വന്നപ്പോൾ ഈ ഏജിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വളരെ ക്യൂരിയസോടെയാണ് ഈ ചാനലിന്റെ ഫുട്ടേജസിൽ നോക്കിയത്. വളരെ കുറച്ച് ഫുട്ടേജസ് അവൈലബിൾ ആയിട്ടുള്ളൂ പബ്ലിക് ഡൊമൈനിൽ. പക്ഷെ അതിൽ ചില കുട്ടികൾ പറയുന്നത് ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് ആരും കേൾക്കാൻ ആളില്ല എന്നുള്ളത്. അത് വളരെ ഹാണ്ട് ചെയ്തു. ഈ പറയുന്ന പോലെ പഴയ രീതികളിൽ അടച്ചിട്ടോ അടിച്ചിട്ടോ വരട്ടിയിട്ടോ ഒന്നും കാര്യമില്ല. അവർക്ക് തോന്നുന്ന രീതി ഇപ്പം ഈ ഹെൽത്തിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ വളരെ സീനിയർ ആയിട്ട് പോകുന്ന ജനറേഷൻസ് ഹെൽത്ത് ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് പഴയ ആൾക്കാരെ കാട്ടി. സൈക്ലിങ്, ജിമ്മിങ്, ഫുഡ് ഇങ്ങനെയൊക്കെയുള്ളവരെ. പക്ഷെ ചെറുപ്പം ശരീരത്തിന് മാത്രം പോരാ, യു ഷുഡ് സൗണ്ട് ഓൾസോ യങ് എന്നുള്ള ഒരു വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. എന്റെ ഒരു ഫസ്റ്റ് കസിൻ അമ്മാവനെയാണ് എനിക്കത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എന്റെ ചെറുപ്പത്തിലൊക്കെ നമ്മള് ഈ സ്പോർട്സും ഒക്കെ തന്നെയുള്ളൂ നമുക്ക് സംസാരിക്കും. മോഹൻലാലും ക്രിക്കറ്റും ടെണ്ടുൽക്കറും ഒക്കെ ഉള്ളു പറയാൻ. പക്ഷെ അന്ന് സീനിയർ ജനറേഷനോട് പറയുമ്പോൾ എന്തുവാടാ ഇത് എന്നുള്ള രീതിയിൽ ഒരു വേറെ പണിയില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഈ അമ്മാവൻ അന്നും പറയുന്നത്, എടാ വരുന്നു നമ്മുടെ വീട്ടിൽ മറ്റേ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ 142 ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർ സ്പോർട്സിൽ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പുള്ളി കാണാൻ വന്നിരുന്നിട്ട് നീ അതെന്താണ് അന്ന് സിംഗിൾ എടുത്ത് ലാസ്റ്റ് ബോളിൽ തിരിച്ച് സ്ട്രൈക്ക് കീപ്പ് ചെയ്യാൻ, ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സംസാരിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പം അദ്ദേഹത്തിന് വളരെ വളരെ ചെറുപ്പമാണ്, അല്ലെങ്കിൽ ഹി ഈസ് ഓൾസോ ഇൻ അവർ ഏജ് ഗ്രൂപ്പ് എന്ന് നമുക്ക് തോന്നിയിരുന്നു. അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തോന്നിയിരുന്നു. ഇത് ഒക്കെ അനുഭവം കൊണ്ട് പറയാൻ കഴിയുള്ളൂ. അഡോളസൻസ് എന്ന് പറയുന്ന ഈ വെബ് സീരീസ് കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഡയലോഗ്സിനൊരു വലിയ സീറ്റുണ്ട്. സാധാരണ വിഷ്വൽസ് കഥ പറയുന്നതിനേക്കാളുപരി ഇതിൽ ഈ അച്ഛനും അമ്മയും കൂടെയുള്ള ഡയലോഗുകളൊക്കെ വളരെ പ്രധാനമാണ്. ലാസ്റ്റ് ഇയാളുടെ അച്ഛൻ വന്ന് ഈ പയ്യന്റെ അച്ഛൻ വന്നിട്ട് ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അല്ലെ ഞാൻ കുറച്ചും കൂടെ കെയർഫുൾ ആവേണ്ടതായിരുന്നു എന്ന്. പക്ഷെ ഇതാരാണ് തെറ്റ്, ആരാണ് യഥാർത്ഥ തെറ്റാരെന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡെഡ് ലോക്കാണിത്. ഇതിപ്പോ പേരൻസും ഇപ്പൊ പഴയ തലമുറയെക്കാട്ടി ഇപ്പൊ ജോയിന്റ് ഫാമിലീസിൽ കൊടുത്തിരുന്നതിനെക്കാട്ടി കൂടുതൽ കെയറും ഇതും ഒക്കെ തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മർദ്ദമുള്ള ജോലികളും രീതികളും ഒക്കെ ഇടാവുന്നത്. പക്ഷെ എവിടെയോ എന്തൊക്കെയോ ഒരു മിസ്മാച്ചുകൾ സംഭവിക്കുന്നുണ്ട്. ഇത് ഈയിടെ വന്നതൊന്നും അല്ലത്, പണ്ടുതൊട്ടേ ഉള്ളതാണ്. പക്ഷെ ഇപ്പോഴായിരിക്കാം ഇതിനുള്ള അവസരങ്ങൾ കൂടി ഇൻസ്റ്റ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഒരു പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിലൂടെയൊക്കെ ഉണ്ടാവുന്ന ചില മിസ്റ്റേക്കുകളാണിത് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും തീരുമാനം തന്നെയാണ്. അതിൽ നമ്മളിത് അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ ഇത്രയും ചർച്ചയായ ഒരു വെബ് സീരീസ് അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടില്ല. അല്ലെ വെബ് സീരീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല, ഇത്രയും റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. പ്രത്യേകിച്ച് ടീനേജ് കുട്ടികളും അവരുടെ മാതാപിതാക്കളും തീർച്ചയായിട്ടും കാണണം. പ്ലീസ് വാച്ച് ഇറ്റ് ഔട്ട്. താങ്ക് യു.